ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമ്മിൻ്റെ അനുബന്ധ പേപ്പറായ വേൾഡ് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിൽ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് 1 വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ മീനിങ്ങും അതിൻ്റെ ആൻസറും, പിന്നെ ബാക്കി 4 മാർക്ക് 2 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് അതിൻ്റെ മീനിങ്ങും ആൻസർ എവിടെ നോട്ടിൽ വരുന്നു എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ നോട്ട്സ് PDF ആയിട്ടുണ്ട്. ഈ പറയുന്ന പോലെയുള്ള നോട്ട്സ് PDF ആയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ചാർജ് ഈടാക്കിയിട്ട് തന്നെയാണ്, ചെറിയ ചാർജേ ഉള്ളൂ. വീഡിയോക്ക് ലാസ്റ്റിലൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ പറയാം എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ബ്ലോക്കിലെ വേൾഡ് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ്, യൂണിറ്റ് വൈസിലാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻഡ് ബൈ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ്. ഉൽപ്പാദന രീതി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിൽ ഒബ്ജക്റ്റീവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒബ്ജക്റ്റീവ് വന്നിട്ടുള്ളത്. 1 മാർക്കിന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ രീതിക്ക് ഇത് പഠിച്ചു വെക്കുക. വാട്ട് ഈസ് മീൻഡ് ബൈ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന രീതി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതിൻ്റെ ഉത്തരം, ഒരു സമൂഹത്തിനുള്ളിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ നിയന്ത്രിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ സംവിധാനങ്ങളാണ് ഉൽപ്പാദന രീതി. ഇനി രണ്ടാമത്തത്, വാട്ട് ഈസ് മീൻഡ് ബൈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ, ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഭൗതികവും മനുഷ്യേതരവുമായ ഇൻപുട്ടുകളാണ് ഉൽപ്പാദനം. മൂന്നാമത്തത്, വാട്ട് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഉൽപ്പാദന രീതി ഏതാണ്? ആൻസർ, കാർഷിക ഉൽപ്പാദന രീതി അഥവാ അഗ്രേറിയൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. 4, വാട്ട് വാസ് എ കോമൺ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഗിൽഡ് സിസ്റ്റം, ഗിൽഡ് സമ്പ്രദായത്തിൽ ഒരു സാധാരണ ഉൽപ്പാദന രീതിയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ, കരകൗശലം അല്ലെങ്കിൽ ക്രാഫ്റ്റ്മാൻ ഷിപ്പ്. ഇതിൽ ആദ്യം പറഞ്ഞ 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി 5ാമത്തത്, വാട്ട് ഡിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ലെഡ് ടു, വ്യവസായവൽക്കരണം എന്തിലേക്ക് നയിച്ചു? ആൻസർ, അർബനൈസേഷൻ അല്ലെങ്കിൽ നഗരവൽക്കരണം. 6, വിച്ച് ആർ ദ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ മെൻഷൻഡ് ബൈ മാർക്സ്, കാൾ മാർക്സ് സൂചിപ്പിക്കുന്ന ഉൽപ്പാദന രീതികൾ ഏതെല്ലാമാണ്? ഇതന്നെ നിങ്ങൾക്ക് 2 മാർക്കിനും ചോദിക്കും കേട്ടോ. ഏഷ്യാറ്റിക്, പിന്നെ ആൻഷ്യൻ്റ് അല്ലെങ്കിൽ പ്രാചീന ഉൽപ്പാദന രീതി, മുതലാളിത്ത രീതി, ഫ്യൂഡൽ രീതികൾ എന്നിവയാണ്. 7ാമത്തത്, വാട്ട് കോസ്ഡ് ചേഞ്ചസ് ഇൻ മോഡ്സ് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ 20th century, 20ാം നൂറ്റാണ്ടിൽ ഉൽപ്പാദന രീതികളിലും ഉൽപ്പാദന ഉപാധികളിലും മാറ്റങ്ങൾ വരുത്തിയത് എന്താണ്? ആൻസർ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ വികസനം അല്ലെങ്കിൽ മുന്നേറ്റം എന്നൊക്കെ പറയാം. 8ാമത്തത്, വാട്ട് റീപ്ലേസ്ഡ് ട്രഡീഷണൽ മാനുഫാക്ചറിങ് ആസ് ദ മെയിൻ ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻ മെനി കൺട്രീസ്, പല രാജ്യങ്ങളിലെയും പ്രധാന സാമ്പത്തിക പ്രവർത്തനമായി പരമ്പരാഗത ഉൽപ്പാദനത്തെ മാറ്റി സ്ഥാപിച്ചത് എന്താണ്? ആൻസർ, സേവന മേഖല അല്ലെങ്കിൽ സർവീസ് സെക്ടർ. 9, വാട്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ട്രാൻസ്ഫോംഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഏത് സാങ്കേതിക പുരോഗതി അല്ലെങ്കിൽ ഏത് സാങ്കേതിക മുന്നേറ്റമാണ് ഗതാഗതത്തെയും ആശയവിനിമയത്തെയും മാറ്റിമറിച്ചത്? ആൻസർ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ ഇൻ്റർനെറ്റുകളും. 10, വിച്ച് സോഷ്യൽ ക്ലാസ് എമേർജ്ഡ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസ്, പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും വളർച്ചയോടെ ഏത് സാമൂഹിക വർഗമാണ് ഉയർന്നു വന്നത്? ബൂർഷ്വാ വർഗം, ദ ബൂർഷ്വാസ്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതിലൊന്ന് നമ്മൾ നേരത്തെ 1 മാർക്കിൽ പറഞ്ഞത് തന്നെയാണ്. വിച്ച് ആർ ദ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ മെൻഷൻഡ് ബൈ മാർക്സ്, കാൾ മാർക്സ് സൂചിപ്പിക്കുന്ന ഉൽപ്പാദന രീതികൾ ഏതെല്ലാമാണ് എന്നാണ്. ഏഷ്യാറ്റിക് ഉൽപ്പാദന രീതി, പുരാതന അല്ലെങ്കിൽ പ്രാചീന ഉൽപ്പാദന രീതി, മുതലാളിത്ത രീതി, ഫ്യൂഡൽ രീതി, ഇതൊക്കെയാണ്. 2, എക്സ്പ്ലെയിൻ അഗ്രേറിയൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, കാർഷിക ഉൽപ്പാദന രീതികൾ വിശദമാക്കുക. നോട്ടിൽ അങ്ങനെ തന്നെ ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്, അതുതന്നെയാണ് ആൻസറായിട്ട് ചെയ്യേണ്ടത്. 3ാമത്, എക്സ്പ്ലെയിൻ ടെക്നോളജിക്കൽ ബേസ്ഡ് പ്രൊഡക്ഷൻ, സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പാദനത്തെക്കുറിച്ച് വിവരിക്കാൻ, അതും നോട്ടിൽ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് ആൻസർ ചെയ്യുക, അത് ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്. ഇനി 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഡിഡ് ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഫാക്ടറീസ് അഫക്റ്റ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ലാൻഡ്സ്കേപ്പ് ഓഫ് സൊസൈറ്റീസ്, വ്യവസായങ്ങളുടെയും ഫാക്ടറികളുടെയും വളർച്ച സമൂഹങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഭൂപ്രകൃതിയെ എങ്ങനെ ബാധിച്ചു? ആൻസർ നോട്ടിലുണ്ട്. ഏതാ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ഹെഡിങ്ങിൽ വരുന്നതാണ് അതിൽ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഹെഡിങ്ങിൽ വരുന്നതാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്.
ഇനി രണ്ടാമത്തെ യൂണിറ്റ് അതിന്ന് പിന്നെ എസ്സേ ഇല്ല കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ദാറ്റ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ്സ്. സ്വകാര്യ സ്വത്തവകാശ വികസനത്തിൽ പങ്കുവഹിച്ച പ്രധാന സംഭവങ്ങൾ എന്തെല്ലാമാണ്? സ്വകാര്യ സ്വത്തവകാശം വികസിക്കുന്നതിൽ പങ്കുവഹിച്ച പ്രധാന സംഭവങ്ങൾ എന്തെല്ലാമാണ്? ആൻസർ ദ റൈസ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. മുതലാളിത്തത്തിൻ്റെ ഉയർച്ചയും വ്യവസായവൽക്കരണവും. 2. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ പില്ലാർ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം? മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാന സ്തംഭം എന്താണ്? ആൻസർ സ്വകാര്യ സ്വത്തവകാശം എന്ന ആശയം, ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ്സ്. മൂന്നാമത്തത് വാട്ട് ഡു യു മീൻ ബൈ സർപ്ലസ്? മിച്ചം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ അതിജീവനത്തിനോ അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്കോ ആവശ്യമായതിനേക്കാൾ ഉൽപ്പാദനത്തിൻ്റെയോ ഉപഭോഗത്തിൻ്റെയോ അധികം വരുന്നത് എന്താണോ അതാണ് മിച്ചം. 4. ഡിഫൈൻ അപ്രോപ്രിയേഷൻ. എന്താണ് വിനിയോഗം? അതല്ലെങ്കിൽ വിനിയോഗം നിർവചിക്കുക എന്നാണ്. ആൻസർ വിനിയോഗം എന്നല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ. വിനിയോഗം എന്നത് വ്യക്തികളോ ഗ്രൂപ്പുകളോ ഉറവിടങ്ങൾ അല്ലെങ്കിൽ ആസ്തികളുടെ മേൽ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ നിയന്ത്രണം അവകാശപ്പെടുന്ന പ്രക്രിയയാണ് അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ വിനിയോഗം. 5. വാട്ട് ഡു യു മീൻ ബൈ പ്രൈവറ്റ് പ്രോപ്പർട്ടി? സ്വകാര്യ സ്വത്തവകാശം എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്ത്? ആൻസർ ഒരു നിർദ്ദിഷ്ട വിഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ അസറ്റിൽ അല്ലെങ്കിൽ ആസ്തിയിൽ നിന്നോ ഉപയോഗിക്കാനും നിയന്ത്രിക്കാനും പ്രയോജനപ്പെടുത്താനുമുള്ള പ്രത്യേക അവകാശം വ്യക്തികൾക്ക് നൽകുന്ന നിയമപരവും സാമൂഹികവുമായ ആശയമാണ് സ്വകാര്യ സ്വത്ത്. അത് 2 മാർക്കിനും ചോദിക്കാം കേട്ടോ. വാട്ട് ഡു യു മീൻ ബൈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നത് 2 പദത്തിൽ വേറെ കൊടുത്തിട്ടില്ല. അതിൽ നിങ്ങൾ പഠിക്കുന്നതോട് കൂടിയിട്ട് 2 മാർക്കിന് ചോദിച്ചാലും ഇത്ര തന്നെയാണ് എഴുതേണ്ടത്. 6. ഹൗ ഡസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ക്യാൻ ലീഡ് ടു എൻവയോൺമെൻറ്റൽ എക്സ്പ്ലോയിറ്റേഷൻ? സ്വകാര്യ സ്വത്ത് എങ്ങനെ പരിസ്ഥിതി ചൂഷണത്തിലേക്ക് നയിക്കും എന്നാണ്. ആൻസർ വനനശീകരണം, അമിത മത്സ്യബന്ധനം, മലിനീകരണം എന്നിവ പോലുള്ള സുസ്ഥിരമല്ലാത്ത സമ്പ്രദായങ്ങൾ സമൂഹത്തിൽ ദീർഘകാല പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കും. ഇനി 1 മാർക്കിന് ചോദിക്കാം 2 മാർക്കിന് ചോദിക്കാം എന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ പ്രോസസ് ഓഫ് അപ്രോപ്രിയേഷൻ ഇമ്പാക്റ്റ് സോഷ്യൽ റിലേഷൻസ്? വിനിയോഗ പ്രക്രിയ സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? ആൻസർ വിനിയോഗത്തിന് ഒന്നുകിൽ നിലവിലുള്ള സാമൂഹിക ശ്രേണികളുടെയും അധികാരഘടനകളെയും അതായത് ഭരണവർഗത്തിൻ്റെയും ഭൂമിയും വിഭവങ്ങളും ശക്തിപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ ഈ ഘടകങ്ങളെ വെല്ലുവിളിക്കാനും കൂടുതൽ സാമൂഹിക സമത്വം പ്രോത്സാഹിപ്പിക്കാനും കഴിയും. അത് 2 മാർക്കിന് ചോദിക്കാം 1 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഇനി വാട്ട് വാസ് ദ സിഗ്നിഫിക്കൻറ്റ് ബെനഫിറ്റ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് റിസോഴ്സസ്? മിച്ച വിഭവങ്ങളുടെ വിതരണത്തിൻ്റെ പ്രധാന നേട്ടം എന്തായിരുന്നു? ആൻസർ എല്ലാവർക്കും അവർക്കാവശ്യമായ വിഭവങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ അത് മുഴുവൻ സമൂഹത്തിനും പ്രയോജനം ചെയ്യും. ഏത്? സർപ്ലസ് റിസോഴ്സ്. ഇനി 2 മാർക്കിന് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. എന്നാൽ 2 നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഡിസ്കസ് ദ എമർജൻസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. സ്വകാര്യ സ്വത്ത് എന്ന സങ്കല്പത്തിൻ്റെ ഉത്ഭവം ചർച്ച ചെയ്യുക എന്നാണ്. അത് നമ്മുടെ നോട്ടിൽ അങ്ങനെ തന്നെ ഒറിജിൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കി എഴുതാം, പഠിക്കാം. രണ്ടാമത്തത് എക്സ്പ്ലെയിൻ റോൾ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ദ എവല്യൂഷൻ ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ പരിണാമത്തിൽ സ്വകാര്യ സ്വത്തിൻ്റെ പങ്ക് വിശദമാക്കുക. അങ്ങനെ തന്നെ ഹെഡിങ്ങിൽ നോട്ടിൽ ആൻസർ ഉണ്ട്, അത് നോക്കി പഠിക്കുക. ഈ 4 മാർക്കിൻ്റെ വാലിഡേറ്റ് ദ റോൾ ഓഫ് സർപ്ലസ് റിസോഴ്സസ് ഇൻ ഷേപ്പിംഗ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ്. സാമൂഹിക രാഷ്ട്രീയ സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മിച്ച വിഭവങ്ങളുടെ പങ്ക് വിലയിരുത്തുക. അത് നോട്ടിൽ 2 ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത്? റോൾ ഓഫ് സർപ്ലസ് റിസോഴ്സ് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം, അതേപോലെ തന്നെ എക്കണോമിക് സിസ്റ്റം. 2 ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കൂടി 2 ഹെഡിങ് ആയിട്ടാണെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 2 ചേർത്ത് എഴുതാണെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് എക്സാം ദ റോൾ ഓഫ് അപ്രോപ്രിയേഷൻ പറഞ്ഞില്ലേ. ഇനി മൂന്നാമത്തെ യൂണിറ്റ് എന്നാണ് കേട്ടോ. 2ാമത്തെ യൂണിറ്റ് അവിടെ കഴിഞ്ഞു. 3ാമത്തെ യൂണിറ്റ് എന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ്. വാട്ട് ഈസ് ക്ലാസ് ഫോർമേഷൻ? എന്താണ് വർഗ രൂപീകരണം? ഇത് 2 മാർക്കിനും ചോദിക്കാം 1 മാർക്കിനും ചോദിക്കാം. സമ്പത്ത്, തൊഴിൽ, സാമൂഹിക പദവി തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി സമൂഹത്തെ വർഗീകരിക്കുന്ന പ്രക്രിയയാണ് ക്ലാസ് ഫോർമേഷൻ അല്ലെങ്കിൽ വർഗ രൂപീകരണം. 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. അടുത്തത് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സൊസൈറ്റി വിത്ത് പ്രൊമിനൻറ്റ് ക്ലാസ് ഫോർമേഷൻ. പ്രമുഖ വർഗ രൂപീകരണത്തിനുള്ള സമൂഹത്തിനൊരു ഉദാഹരണം നൽകുക. ആൻസർ ഫ്യൂഡലിസം അല്ലെങ്കിൽ ഫ്യൂഡൽ സമൂഹം, അങ്ങനെ എഴുതാം. 3. നെയിം എ സോഷ്യൽ ക്ലാസ് ദാറ്റ് എമർജസ് ഡ്യൂറിങ് ക്ലാസ് ഫോർമേഷൻ. വർഗരൂപീകരണ സമയത്ത് ഉയർന്നു വരുന്ന ഒരു സാമൂഹിക വർഗത്തെ പറയുക. ബൂർഷ്വാ വർഗം അല്ലെങ്കിൽ ബൂർഷ്വാസി. 4. വാട്ട് ഈസ് ക്ലാസ് കോൺഷ്യസ്നസ്? ഇതും 2 മാർക്കിനും ചോദിക്കാം കേട്ടോ. വാട്ട് ഈസ് ക്ലാസ് കോൺഷ്യസ്നസ്? എന്താണ് വർഗബോധം? വ്യക്തിക്ക് സമൂഹത്തിൽ അവരുടെ സ്ഥാനത്തെക്കുറിച്ചും മറ്റ് വിഭാഗങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുമുള്ള അവബോധമാണ് വർഗബോധം.
ഇനി അഞ്ചാമത്തത്, വാട്ട് ഡു യു മീൻ ബൈ ടെക്നോക്രാറ്റിക് എലൈറ്റ്? എന്താണ് ടെക്നോക്രാറ്റിക് എലൈറ്റ് എന്നതിന് നിങ്ങൾ അർത്ഥം വെക്കുന്നത്, അല്ലെങ്കിൽ ടെക്നോക്രാറ്റിക് എലൈറ്റ് എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്? ടെക്നോക്രാറ്റിക് എലൈറ്റ് എന്നുള്ളതിൻ്റെ മലയാളം സാങ്കേതിക വിദഗ്ധനായ ഭരണാധികാരി എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതാൻ കഴിയില്ല, നിങ്ങൾ ടെക്നോക്രാറ്റിക് എലൈറ്റ് എന്ന് തന്നെ മലയാളത്തിൽ എഴുതിയാൽ മതി കേട്ടോ. അങ്ങനെ വരികയാണെങ്കിൽ ഇത് 2 മാർക്കിനും ചോദിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ 1 വേർഡായിട്ടും 2 മാർക്കിനും ചോദിക്കുക. ആൻസർ, ഒരു നിശ്ചിത ഉത്തരവാദിത്ത മേഖലയിൽ ശാസ്ത്ര സാങ്കേതിക അറിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രഗത്ഭരായ ആളുകൾ ഭരണ സംവിധാനത്തിൽ വന്നാൽ അവരെയാണ് എന്ത് വിളിക്കുക? ടെക്നോക്രാറ്റിക് എലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ആറാമത്തത്, വാട്ട് പേവ്ഡ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് എ ന്യൂ വർക്കിംഗ് ക്ലാസ് ദാറ്റ് വാസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ ട്രഡീഷണൽ ആർട്ടിസാൻ ക്ലാസ്? പരമ്പരാഗത കൈത്തൊഴിൽ വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു പുതിയ തൊഴിലാളി വർഗത്തിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് എന്താണ്? ആൻസർ, യന്ത്രങ്ങളുടെയും മറ്റ് തൊഴിൽ സംരക്ഷണ ഉപകരണങ്ങളുടെയും വികസനം. 7, ഇൻ വിച്ച് ഇയർ ദ സിവിൽ റൈറ്റ്സ് ആക്ട് വാസ് പാസ്ഡ്? പൗരാവകാശ നിയമം പാസ്സാക്കിയത് ഏത് വർഷത്തിലാണ്? 1964. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മളവിടെ പറഞ്ഞത് ഉണ്ട് ഒന്ന്, വാട്ട് ഈസ് ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് 2 മാർക്കിന് ചോദിക്കാം. പിന്നെ വാട്ട് ഡു യു മീൻ ബൈ ടെക്നോക്രാറ്റിക് എലൈറ്റ് ഇപ്പോൾ പറഞ്ഞല്ലോ, അതും 2 മാർക്കിന് ചോദിക്കാം. ഇനി മൂന്നാമതൊന്ന്, ക്ലാസ് ഫോർമേഷൻ ലെഡ് ടു സോഷ്യൽ അൺട്രസ്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ്? ഈ വർഗരൂപീകരണം സാമൂഹിക അശാന്തിയിലേക്കും സംഘർഷത്തിലേക്കും നയിച്ചു. ഇവാലുവേറ്റ്, അത് വിലയിരുത്തുക എന്നാണ്. അത് നോട്ടിൽ തന്നിട്ടുണ്ട്. ഏതാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിൽ 5 ഈ നമ്മൾ എന്താ പറയുക, പിന്നെ നോട്ടിൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ക്ലാസ് ഫോർമേഷൻ എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ഇമ്പാക്ട്സ്, പ്രത്യാഘാതങ്ങൾ, ആ പോയിന്റുകളാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 1, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ദ പ്രോസസ് ഓഫ് ക്ലാസ് ഫോർമേഷൻ? വർഗ രൂപീകരണ പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിശദമാക്കുക. അങ്ങനെ തന്നെ നോട്ടിലുണ്ട്, 4 മാർക്കിനെ നോക്കി പഠിക്കുക. 2, ഹൗ ഡസ് ക്ലാസ് കോൺഷ്യസ്നസ് ഇൻ്റർസെക്റ്റ് വിത്ത് ഡിഫറെൻറ്റ് ഇക്കണോമിക് സിസ്റ്റം സച്ച് ആസ് ക്യാപിറ്റലിസം ഓർ സോഷ്യലിസം? മുതലാളിത്തം അല്ലെങ്കിൽ സോഷ്യലിസം പോലുള്ള വ്യത്യസ്ത സാമ്പത്തിക വ്യവസ്ഥകളുമായി വർഗബോധം എങ്ങനെ കടന്നു പോകുന്നു? ആൻസർ നോട്ടിൽ നമ്മൾ കൊടുത്തിട്ടില്ലേ, ക്ലാസ് കോൺഷ്യസ്നസ് ആൻഡ് ഇക്കണോമിക് സിസ്റ്റംസ് എന്ന ഹെഡിങ്ങിലുള്ളത് മുഴുവനും എഴുതാണ് വേണ്ടത്. അതാണ് എൻ്റെ ആൻസർ കേട്ടോ. 4ാമത്തെ യൂണിറ്റ്, ലാസ്റ്റ് യൂണിറ്റിലും ഒബ്ജക്റ്റീവ്. വാട്ട് ആർ ദ കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്? സാമൂഹിക മാറ്റത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ആൻസർ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, സാമ്പത്തിക വികസനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, സാംസ്കാരിക പരിവർത്തനം. ഇതെല്ലാമാണ്. ഇത് 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. 2ാമത്തത്, വാട്ട് ഈസ് ദ എവല്യൂഷണറി തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്? എന്താണ് സാമൂഹിക മാറ്റത്തിൻ്റെ പരിണാമാത്മക സിദ്ധാന്തം? ചുരുക്കിയിട്ടാണ് കേട്ടോ അത് 1 മാർക്കിന് ചോദിക്കേണ്ടത്. അങ്ങനെ തന്നെ ഇപ്പോൾ ഈ തരുന്ന ആൻസർ തന്നെ 1 മാർക്കിന് ചോദിച്ചാൽ ആൻസർ എഴുതേണ്ടത് സമൂഹം കാലക്രമേണ വികസനത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ മുന്നേറും. സമൂഹം കാലക്രമേണ വികസനത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ മുന്നേറുന്നു എന്നത്. 3ാമത്തത്, ഹൗ ഡസ് കോൺഫ്ലിക്റ്റ് തിയറി എക്സ്പ്ലെയിൻ സോഷ്യൽ ചേഞ്ച്? സംഘർഷ സിദ്ധാന്തം എങ്ങനെയാണ് സാമൂഹിക മാറ്റം വിശദീകരിക്കുന്നത്? അതൊക്കെ നമ്മൾ 1 വേർഡ് ആകുമ്പോൾ അതിനനുസരിച്ച് ഇനി തരുന്ന ആൻസർ മാത്രം എഴുതിയാൽ മതി. 4 മാർക്കിനും ചോദിക്കും. ഓരോ തിയറികളും 4 മാർക്കിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിൽ 4 മാർക്കിന് കൊടുത്തിട്ടില്ല. അത് എസ്സേ വരുന്നുണ്ട്. അപ്പോൾ ആ എസ്സേയിൽ എല്ലാം നിങ്ങൾ പഠിക്കുമല്ലോ. അപ്പോൾ 4 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമല്ലോ. ഓരോ തിയറി 4 മാർക്കിന് ചോദിക്കും. അപ്പോൾ എന്താണ് സംഘർഷ സിദ്ധാന്തം എങ്ങനെയാണ് സാമൂഹിക മാറ്റം വിശദീകരിക്കുന്നതെന്നല്ലേ? ആൻസർ, വിവിധ സാമൂഹിക ഗ്രൂപ്പുകൾ തമ്മിലുള്ള അധികാര പോരാട്ടങ്ങളുടെയും സംഘടനകളുടെയും ഫലമായി സാമൂഹിക മാറ്റം സംഭവിക്കുന്നു എന്നാണ് ഈ തിയറി പറയുന്നത്. 4ാമത്തത്, വാട്ട് ഈസ് ദ മാർക്സിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ ചേഞ്ച്? ചരിത്രത്തിൻ്റെയും സാമ്യശാസ്ത്രത്തിൻ്റെയും മാർക്സിസ്റ്റ് വ്യാഖ്യാനം എന്താണ്? അതൊരു തിയറിയാണ് കേട്ടോ. മാർക്സിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ. ആൻസർ, വർഗസമരവും വിവിധ ഉൽപ്പാദന രീതികൾക്കിടയിലുള്ള പരിവർത്തനവുമാണ് സാമൂഹിക മാറ്റത്തിലേക്ക് നയിക്കുന്നതെന്നാണ് അവരുടെ വ്യാഖ്യാനം. 5, ഹൗ ഡസ് ടെക്നോളജിക്കൽ തിയറി എക്സ്പ്ലെയിൻ സോഷ്യൽ ചേഞ്ച്? സാങ്കേതിക സിദ്ധാന്തം സാമൂഹിക മാറ്റത്തെ എങ്ങനെ വിശദീകരിക്കുന്നു? അതൊക്കെ 1 മാർക്കിന് വരുമ്പോൾ എഴുതാവൂ കേട്ടോ. ആൻസർ, സാങ്കേതിക മുന്നേറ്റങ്ങൾ സാമൂഹിക പരിവർത്തനങ്ങളെ നയിക്കുകയും സാമൂഹിക ഘടനകളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നവർ പറയുന്നു. ഇനി 6ാമത്, വാട്ട് ഈസ് മൾട്ടിപ്പിൾ കോസേഷൻ തിയറി ഇൻ റിലേഷൻ ടു സോഷ്യൽ ചേഞ്ച്? സാമൂഹിക മാറ്റവുമായി ബന്ധപ്പെട്ട ഒന്നിലധികം കാരണ സിദ്ധാന്തം എന്താണ്? സാങ്കേതിക വിദ്യ, രാഷ്ട്രീയം, സംസ്കാരം എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളുടെ സംയോജനമാണ് സാമൂഹിക മാറ്റത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് മൾട്ടി കോസേഷൻ തിയറിയിൽ പറയുന്നത്. അത് 1 വേർഡ് വരുമ്പോഴേ ഈ രീതിക്ക് എഴുതാവൂ. 4 മാർക്കിന് ചോദിക്കുമ്പോൾ ആ തിയറിയിൽ പഠിച്ചത് കംപ്ലീറ്റ് എഴുതണം. 7, ഹൗ ഡസ് വേൾഡ് സിസ്റ്റം തിയറി വ്യൂ സോഷ്യൽ ചേഞ്ച്? ഇതും അതേട്ടോ 1 മാർക്കിനാണ്. ലോക വ്യവസ്ഥാ സിദ്ധാന്തം സാമൂഹിക മാറ്റത്തെ എങ്ങനെ കാണുന്നു? ആൻസർ, ആഗോള പരസ്പര ബന്ധവും പെരിഫറൽ രാജ്യങ്ങളുടെ മേൽ ചില പ്രധാന അല്ലെങ്കിൽ കോർ രാജ്യങ്ങളുടെ ആധിപത്യവുമാണ് സാമൂഹിക മാറ്റത്തെ നയിക്കുന്നത്.
8 ഹൗ ഡു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്സ് കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ ചേഞ്ച്. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ സാമൂഹിക മാറ്റത്തിന് എങ്ങനെ സംഭാവന ചെയ്യുന്നു? ആൻസർ ജനസംഖ്യയുടെ വലിപ്പം, ഘടന, വിതരണം എന്നിവയിലെ മാറ്റങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെ മാറ്റത്തിന് ഇടവരുത്തും. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ പറഞ്ഞതിലിടയിൽ വരുന്ന 1-2 ഉണ്ട്. കൂടാതെ ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വിശദീകരിക്കുക. അത് നോട്ടിൽ തന്നിട്ടുണ്ട്, അത് ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്, പഠിക്കുക. വാട്ട് ആർ ദ കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞല്ലോ 1 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് ഇതിലും കൊടുക്കേണ്ടത്. പിന്നെ 2 മാർക്കല്ലേ ഉള്ളൂ. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. 4 മാർക്ക് ഇതിൽ കൊടുക്കാത്തത് ഈ എസ്സേയിൽ വരുന്ന ഓരോ തിയറികളുമാണ് ഇതിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 4 മാർക്കിന് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി പറയാമെന്ന് മാത്രം സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എസ്സേ ടൈപ്പ് എന്താണ്? എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റത്തിൻ്റെ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ നോട്ടിൽ തന്നിട്ടുള്ള ഓരോ നമ്പർ ഇട്ട് തന്നിട്ടുള്ള തിയറികളും വ്യക്തമായിട്ട് അതേപോലെ തന്നെ വിശദീകരിച്ച് എഴുതി വെക്കുക. അതാണ് എസ്സേൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കഴിഞ്ഞു. താങ്ക് യു.